ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ അടുത്ത് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ വേറെ ഒരാളുടെ സമ്പത്തും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും സിദ്ദീഖ് തങ്ങളുടെ മുഖത്ത് ഇങ്ങനെ നോക്കുമ്പോൾ സിദ്ദീഖ് തങ്ങൾ ഇരുന്ന് ഇങ്ങനെ കരയാം. അപ്പോൾ നല്ലൊരു കാര്യമല്ലേ പറഞ്ഞത്. പിന്നെ സിദ്ദീഖ് തങ്ങൾ എന്തിനാ കരയണേ? അപ്പോൾ സിദ്ദീഖ് തങ്ങളുടെ മറുപടി, അങ്ങനെ അബൂബക്കറിനായിട്ടൊരു സ്വത്തില്ലല്ലോ നബിയെ എന്നുള്ളതാണ്. നിങ്ങളെന്തിനാ അബൂബക്കറിന്റെ സ്വത്ത് എന്ന് പറഞ്ഞത്? അബൂബക്കറിന് അങ്ങനെ സ്വത്തില്ലല്ലോ. എൻ്റെ സ്വത്ത് പറഞ്ഞാൽ റസൂലുള്ളാഹിയുടെ അല്ലേ, പിന്നെ എന്തിനാ അബൂബക്കറിന്റെ സ്വത്ത് എന്ന് പറയുന്നതാണ്. മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സൗർ ഗുഹയിലേക്ക് പോയ കഥ നമുക്കറിയാലോ. പാമ്പ് കടിച്ച കഥ നമുക്കെല്ലാവർക്കും അറിയണ കഥ. അങ്ങനെ ആ ഗുഹയ്ക്ക് പോകുമ്പോൾ സിദ്ദീഖ് തങ്ങൾ ധരിച്ചൊരു കമ്മീസുണ്ട്, കയ്യിലൊരു കമ്മീസുണ്ട്. കയ്യിലൊരു കുപ്പായമുണ്ട്. ഇത് രണ്ട് കുപ്പായം കൊണ്ടാണ് ചെല്ലണത്. എന്നിട്ട് അവിടെ എത്തിയിട്ട് ആദ്യം സിദ്ദീഖ് തങ്ങളുടെ ഗുഹൻ്റെ ഉള്ളിലോട്ട് കയറി അവിടെ എല്ലാം വൃത്തിയാക്കി പുറത്തേക്കൊക്കെ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉള്ളിലേക്കൊക്കെ വിളിച്ച് അവിടുത്തെ മടിയിലൊക്കെ ഇങ്ങനെ കടത്തിയ സമയത്താണ് പാമ്പ് കടിക്കണത്. എല്ലാ ദ്വാരവും അടച്ചു. ഒരു ദ്വാരത്തിൽ നിന്ന് പാമ്പ് കടിച്ചു. പാമ്പ് കടിച്ചപ്പോൾ ശക്തമായ വേദന ആർക്ക് വന്നു? സിദ്ദീഖ് തങ്ങൾക്ക് വന്നു. സിദ്ദീഖ് തങ്ങൾ മിണ്ടിയില്ല. നബിയെ പാമ്പ് കടിച്ചിട്ടുണ്ട്, ഒന്ന് നീക്കിയുമേ, ഒന്നും നോക്കിയെന്ന് പറഞ്ഞില്ല. സിദ്ദീഖ് തങ്ങൾ റസൂലുള്ള മടിയിൽ കിടക്കുന്ന റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് അങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു, അനങ്ങാതെ നോക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നപ്പോൾ അവസാനം സിദ്ദീഖ് തങ്ങൾക്ക് ആ വേദന സഹിക്കാൻ പറ്റാതെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്ന് ആ കണ്ണുനീരിൻ്റെ ഒരു തുള്ളി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് വധിച്ചു. ഇത് മുഖത്തേക്ക് വധിച്ചപ്പോൾ സിദ്ദീഖ് തങ്ങൾ പേടിച്ചു, സങ്കടപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റിട്ട് സിദ്ദീഖ് തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട്, എന്താ മോനെ സിദ്ദീഖ് പറ്റിയെന്ന് വെച്ചപ്പോൾ ആദ്യം പറയുന്ന വിഷയം എന്താണെന്ന് അറിയോ? എൻ്റെ കാലിൽ പാമ്പടിച്ചു നബി എന്നുള്ളതല്ല. എന്താ ആദ്യം പറയുന്ന വിഷയം? നബിയെ, ഞാൻ അങ്ങനെ വിളിക്കൂലാന്ന് കരുതിയതാണ് നബി, പക്ഷേ വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് കണ്ണിൽ നിന്ന് ഞാൻ അറിയാതെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിൽ കണ്ണുനീര് വന്നിട്ട് അങ്ങയുടെ മുഖത്തേക്ക് പറ്റിയതാണ് യാ റസൂലുള്ളാഹ്, പൊരുത്തപ്പെടണം കേട്ടോ നബിയെ എന്നാണ് പറഞ്ഞത്. പിന്നെയാണ് പാമ്പടിച്ച കാര്യം പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉറക്ക്, അവിടുത്തെ ക്ഷീണം മാറ്റുന്നതിൻ്റെ അത് ബുദ്ധിമുട്ടായി പോയല്ലോ എൻ്റെ കണ്ണുനീര് കൊണ്ട് എന്നാലോചിച്ചുകൊണ്ട് കാരണം മനുഷ്യനാണ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് റസൂൽ ചോദിക്കുന്നുണ്ട്, നിന്റെ മറ്റേ കമ്മീസ് എവിടെ സിദ്ദീഖ് എന്ന് ചോദിക്കുന്നുണ്ട്. അത് പുതിയ കമ്മീസാണ്. അപ്പോഴാണ് സിദ്ദീഖ് തങ്ങൾ പറയുന്നത്, ആ കമ്മീസ് കീറിയിട്ടല്ലേ എല്ലാ ഓട്ടയടച്ചത്, സൗർ ഗുഹയുടെ എല്ലാ ഓട്ടയടച്ചത്, ആ കമ്മീസ് കീറിയിട്ടല്ലേ നബിയെ, അവന് വേറെ കമ്മീസൊന്നുമില്ല. ഈ സിദ്ദീഖ് തങ്ങളുടെ സ്നേഹത്തിൻ്റെ എവിടുക്ക നമ്മുടെ സ്നേഹത്തുക. അതുകൊണ്ടാണ് ഈ ഉമർ തങ്ങളുടെ സ്നേഹം നോക്കി. ഉമർ തങ്ങൾ അവിടുത്തെ ജീവിതകാലത്ത് റസൂൽ ഉമർ തങ്ങളുടെ താടിയിൽ ഇങ്ങനെ, കുറച്ച് നീട്ടുള്ള താടി ഉമർ തങ്ങളുടെ താടിയിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ കടിക്കുന്ന. അപ്പം ഇങ്ങനെ താടി പിടിക്കുമ്പോൾ ഉമർ തങ്ങൾ ചോദിച്ചു, എന്താ നബി എൻ്റെ താടിമ ഇങ്ങനെ പിടിക്കണേ? അപ്പോൾ റസൂല്ല, ഞാനൊരു കാര്യം പറഞ്ഞാൽ മോനക്ക് വിഷമാകുമോ? ഇല്ല, നബി പറയും, അങ്ങോട്ട് പറയും, ഈ താടിക്കടെ ചോര ഒലിക്കും ഉമറേ എന്ന് പറഞ്ഞു. അല്ലേ, ഉമറുള്ളാൻ്റെ ആ ചരിത്രം വരുന്നേ അല്ലേ, ചോരൊലിക്കുന്ന പറഞ്ഞു. അപ്പോൾ ഉമർ തങ്ങൾ ചിരിച്ചു. ചോരൊലിക്കുന്ന ഉമർ തങ്ങൾ ചിരിച്ചു. എന്തിനാ ചിരിക്കണേ? അതിൻ്റെ അർത്ഥം ഞാൻ ഷഹീദാവുന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ ഷഹീദാവുമല്ലോ എന്നുള്ള സന്തോഷത്തിൽ മഹാനവറുകൾ ചിരിച്ചു. അങ്ങനെ മഹാനവറുകളുടെ വഫാത്തിന് മഹാനവറുകളുടെ നെറ്റിത്തടത്തിലാണ് എന്ത് ചെയ്യുന്നത്? വെട്ട് കിട്ടുന്നത്. ആ വെട്ട് കിട്ടിയിട്ട് ആ വെട്ടിപ്പോൾ ആ ചോര ഇവിടേക്ക് ഒഴിച്ചു, ഈ താടിയുടെ ഒക്കെ ഇങ്ങനെ ഒഴിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം റെഡിയായി. അത്ഭുതം ഇവിടെ ഒന്നുമല്ല. ഈ സംഭവം നടന്നിട്ട് ഉമർ തങ്ങൾ ഇങ്ങനെ കഠിനമായ വേദനയിൽ ഇങ്ങനെ നിന്ന് അതിലിങ്ങനെ വിഷമിച്ചിരുന്ന് ഇങ്ങനെ ഉറങ്ങുമ്പോഴാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു സ്വപ്നത്തിൽ വരുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ് ഉമറിൻ്റെ അടുത്ത്, ഉമറെ വേദന ഉണ്ടോ? രണ്ട് ഓപ്ഷൻ ഉണ്ട് മുന്നിൽ. ഒന്നിരിക്കൽ ഈ വേദന ഞാൻ ഇപ്പം മാറ്റിത്തരും, ഈ അസുഖങ്ങളെല്ലാം ഇപ്പം മാറ്റിത്തരും, അല്ലെങ്കിൽ ഇന്നത്തെ നോമ്പർ എന്ത് ചെയ്യാം, എൻ്റെ കൂടെ നോമ്പ് ഉറക്കാന്ന് പറഞ്ഞു. ഉമർ തങ്ങൾ ഒരു ചിന്തയില്ല. ഉമർ തങ്ങൾ എന്താ പറഞ്ഞേ, നമുക്ക് നോമ്പ് തുറന്നാൽ മതി, ഈ വേദന ഒന്നും മാറണ്ട, നമുക്ക് നോമ്പ് തുറന്നാൽ മതി എന്ന് പറഞ്ഞു. അതായത് ഞാൻ മരിക്കാൻ തയ്യാറാണ്, എനിക്കെൻ്റെ ഹബീബായ തങ്ങളുടെ കൂടെ ഒന്ന് നോമ്പ് തുറന്നാൽ മതി എന്ന്. ഇതാണ് അവരുടെ സ്നേഹം. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു വഫാത്തിന് രംഗം പറയുന്നുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു വഫാത്തിൻ്റെ സമയത്ത് ആ അസുഖത്തോട് ഇങ്ങനെ മല്ലടിച്ച് വഫാത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഭാര്യ ഇരുന്ന് ഇങ്ങനെ കരയാണ്. ഭാര്യ ഇന്നിങ്ങനെ കരയുമ്പോൾ ബിലാൽ തങ്ങൾ ഭാര്യനോട് ചോദിക്കുകയാണ്, എന്തിനീ കരയണേ? സ്വാഭാവികമായിട്ടും ഭർത്താവ് മരിക്കുന്ന സമയത്ത് ഭാര്യ കരയും. അപ്പോൾ ബിലാൽ തങ്ങളുടെ മറുപടി, എന്തിനു മോളെ കരയണേ? ഞാൻ റസൂലുള്ളാഹിനെ കാണാൻ പോവല്ലേ,
ഞാൻ റസൂലുള്ളാഹിനെ കാണാൻ പോവല്ലേ, പിന്നെ എന്തിനാ കരയണേന്ന്. ഇതാണ് സ്വഹാബത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് സ്വഹാബത്തിനെ അംഗീകരിക്കാതിരിക്കുക എന്ന് പറയാൻ പറ്റില്ല. സ്വഹാബത്തിന്റെ കാര്യത്തിൽ യാതൊരു തർക്കവും നമുക്ക് പറ്റൂല. ഇനി അവരിലൊരു ന്യൂനത ഉണ്ടെങ്കിൽ തന്നെ ആ ന്യൂനതയെ നമ്മൾ പറയേണ്ടതുമില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ എങ്ങനെ അംഗീകരിക്കുന്നുവോ അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിനെയും നമ്മൾ അംഗീകരിക്കണം എന്ന് മനസ്സിലാക്കണം. ഇതാണ് ഹൗദുൽ കൗസറിനെ കുറിച്ചുള്ള ചെറിയൊരു ചിത്രം. ഇതാണ് ഇപ്പോൾ ഹൗദുൽ കൗസർ എവിടെ ഉള്ളത്, എവിടേക്കാണ് ഉള്ളത്, ഹൗദുൽ കൗസറിൻ്റെ രൂപം എന്താണ്, ഇതൊക്കെ ചെറിയ രൂപത്തിൽ പറഞ്ഞു. ഇനി പറയുന്നത് ഹൗദുൽ കൗസറിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്നൊരു വിഭാഗമുണ്ട്. ഹൗദുൽ കൗസർ കിട്ടാതെ ആട്ടി ഓടിക്കപ്പെടുന്നൊരു വിഭാഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അനഫറതുക്കും അലൽ ഹൗളി ഉൻദുറുക്കും, ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഹൗദുൽ കൗസറിൻ്റെ അടുത്ത് ഇങ്ങനെ കാത്തു നിൽക്കും. ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഹൗദുൽ കൗസറിൻ്റെ അടുക്കൽ ഇങ്ങനെ കാത്തു നിൽക്കും. അപ്പം നിങ്ങളിൽപ്പെട്ട ചില ആളുകൾ എൻ്റെ അടുക്കലേക്ക് ഓടി വരും. എന്നെ കാണുമ്പോൾ, ഹൗദുൽ കൗസറിനെ കാണുമ്പോൾ എൻ്റെ അടുക്കലേക്ക് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഓടി വരും. അവരിങ്ങനെ ഓടി വന്നിട്ട് ഞാൻ അവരെ ഇങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെൻ്റെ ഉമ്മത്തീങ്ങളാണ് എന്ന് പറഞ്ഞ് ഞാൻ അവരെങ്ങനെ ചേർത്ത് പിടിക്കാൻ നോക്കുന്ന സമയത്ത് അവരെന്നിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും. അവർക്ക് ഞാനിങ്ങനെ ഹൗദുൽ കൗസർ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ കുറച്ച് ആളുകളെ എന്നിൽ നിന്ന് മാറ്റപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് കരുണയുടെ കടലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിൻ്റെ അടുത്ത് ചോദിക്കും, റബ്ബി അസ്വഹാബി അസ്വഹാബി യാ അല്ലാഹ്, ഇവരെ മാറ്റല്ലേ അല്ലാ, ഇതെൻ്റെ അസ്വഹാബാണ്, എൻ്റെ സ്വഹാബത്താണ്, എൻ്റെ അനുയായികളാണ്, എന്നെ വിശ്വസിച്ച എൻ്റെ ഉമ്മത്തീങ്ങളിൽപ്പെട്ടവരാണ്, ഇവർക്ക് ഞാൻ ഹൗദുൽ കൗസർ കൊടുക്കട്ടെ. എന്തിനാണ് അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് ഇവരെ എന്നിൽ നിന്ന് ഇവരെ മാറ്റി നിർത്തുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു മറുപടി ഉണ്ട്. എന്താ മറുപടി? സംഗതി റെഡിയാണ് നബിയെ, ഇവരങ്ങയുടെ ഉമ്മത്തീങ്ങളിൽപ്പെട്ടവരാണ്, ഇവരങ്ങയുടെ അനുയായികളിൽപ്പെട്ടവരാണ്. പക്ഷേ ഇന്നക ലാ തദ്രീ മാ അഹ്ദസു ബഅദക, പക്ഷെ അങ്ങക്ക് ശേഷം ഇവരെന്തൊക്കെയാണ് ചെയ്തത് എന്ന് അങ്ങക്കറിയൂല. അതുകൊണ്ട് എന്ത് ചെയ്യട്ടെ, സുഹ്ഖൻ സുഹ്ഖ, ഓല ഓടിപ്പോട്ടെ, ഹൗദുൽ കൗസറിൻ്റെ അവിടെ നിന്ന് മാറിക്കട്ടെ, അങ്ങോട്ട് മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞൊരു വിഭാഗത്തെ മാറ്റി നിർത്തപ്പെടും. നഊദു ബില്ലാഹി, അല്ലാഹു തആല കാക്കട്ടെ. അപ്പം അതിൽ നിന്ന് എന്ത് മനസ്സിലായി? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിങ്ങളിൽപ്പെട്ട എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല ഹൗദുൽ കൗസർ. ഇനി ഇതിന് മഹത്തുക്കൾ വിശദീകരിച്ച എന്താണ്? ഈ മാറ്റി നിർത്തപ്പെടുന്ന വിഭാഗം ആരൊക്കെയാണ്? ഒന്ന് മുർത്തദ്ദുകളാണ്, പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളുകളാണ്. 2 വൻദോഷം ചെയ്യുന്ന ആളുകളാണ്. 3 ബിദ്അത്തുകാരാണ്. 4 മുനാഫിക്കുകളാണ് എന്ന അഭിപ്രായമുണ്ട്. തൈസീറിൽ ഇത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്.